സോ ദാറ്റ്സ് യുവർ ലവ് സ്റ്റോറി. എന്നാലും റാം, അത് കഴിഞ്ഞിട്ടിപ്പോൾ 7 വർഷമായില്ലേ? ഇന്നത്തെ കാലത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായാൽ മാക്സിമം 2 to 6 months. അതിൽ നിന്നും ഹീലായി പുതിയൊരു റിലേഷനിലേക്ക് പോകും 99% ബോയ്സും. ബട്ട് യു ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ്. സേറ പറഞ്ഞ ശരിയാണ്. ബട്ട് ലൈഫിലെ ചില മൊമെൻറ്റ്സ്, വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, അത് മനസ്സിൽ നിന്ന് മായാൻ കുറച്ച് സമയം എടുക്കും, കുറച്ചധികം സമയം. Got it. Very good, Ashwin. Oh, very good. Okay, let's take a break. നമുക്ക് അങ്ങോട്ട് മാറി. സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒരു സിനിമ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനൊരു ധൈര്യം വേണം. ആ ധൈര്യം ഞാൻ ഈ സ്ക്രിപ്റ്റിൽ കണ്ടു. ഫസ്റ്റ് പടം ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് സാർ. ഉണ്ടാവണം. അത് ഫസ്റ്റ് സിനിമയ്ക്കെന്നല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമയ്ക്കും ടെൻഷൻ ഉണ്ടാവണം. ബിക്കോസ് ഫിലിം മേക്കിംഗ് ഈസ് എ സീരിയസ് പ്രൊഫഷൻ. ഒരു ഫിലിം മേക്കറുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നറിയോ? കോൺഫിഡൻസ്, ഹാർഡ് വർക്ക് ആൻഡ് ലക്ക്. ഇതിൽ ആദ്യത്തെ രണ്ടും നമ്മുടെ കയ്യിലാണ്, മൂന്നാമത്തത് ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ നിന്നെ വിശ്വസിച്ച് കോടികൾ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട് നിന്റെ പിന്നിൽ. അറിയാം സാർ, തിരക്ക് പിടിക്കുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രീ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വെരി ഗുഡ്. എവിടെ വരെയാണ് നിന്റെ വർക്കൊക്കെ? മ്യൂസിക്കിൻ്റെ വർക്ക് നടക്കുന്നു സാർ. ആരാ മ്യൂസിക് ചെയ്യുന്നത്? പുതിയ ആളാ രഞ്ജിൻ, നമ്മുടെ ജോസഫൊക്കെ ചെയ്ത മൊത്തത്തിലെല്ലാം പുതിയ ആൾക്കാരാണ് സാർ. അതും നന്നായി. പുതിയ ആൾക്കാർ, പുതിയ ചിന്തകൾ, ഇത് നന്നാവും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓക്കെ.